എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊരു വിശുദ്ധനാകണം. ബുക്കിൽ 104-ാമത്തെ പതിപ്പ് ഇറങ്ങിയിരിക്കുന്ന ബുക്കാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് വീണ്ടും സ്നേഹത്തിന്റെ കൂദാശ, അമൃതത്തിന്റെ അപ്പം, പൂശപ്പെട്ട കരങ്ങൾ, വിശുദ്ധ ഖുർബാന നിത്യജീവനും ഒരുമയോടെ അർപ്പിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ സെമിനാരി ബുക്കുകൾ വായിക്കണം. അപ്പോൾ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ മനസ്സ് വിചാരിച്ചു, ആ ബുക്ക് എഴുതിയ ആളെ ഒരിക്കലെങ്കിലും കാണണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ ബുക്കിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. ആ വിശുദ്ധ കുർബാന എങ്ങനെയാണ് ആ സഹോദരൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ആ ബുക്കിൽ എഴുതിയിരുന്നത്. ഇന്ന് ഞാൻ ആ സഹോദരൻ്റെ അടുത്ത് വന്നു, എനിക്ക് ആ ബുക്ക് കിട്ടി. നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവി. ഈ ബുക്കിൻ്റെ ഉടമയാണ് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. ആ സഹോദരനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. തങ്കച്ചേട്ടൻ, പ്രിയപ്പെട്ട തങ്കച്ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ നമസ്കാരം. സ്ഥിരീകരിക്കട്ടെ. ഇന്ന് നിങ്ങൾ നോക്കി, അന്ന് ഞാൻ ഓർക്കുന്നില്ല, എത്ര പതിപ്പാണെന്നൊന്നും ഓർക്കുന്നില്ല. ഞാൻ സെമിനാരി വെച്ച് പഠിച്ച സമയത്താണ്. ഇന്ന് ബുക്കിൽ 104-ാമത്തെ പതിപ്പ് ഇറങ്ങിയിരിക്കുന്ന ബുക്കാണത്. അതുമാത്രമല്ല, ഈ ബുക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. പല ലാംഗ്വേജസിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ബുക്ക്. ഇത് ഹിന്ദി അല്ലേ? ഹിന്ദി, ഇത് ഇംഗ്ലീഷ്, ഇത് തമിഴ്, ഇത് ബംഗാളി. അങ്ങനെ പല ഭാഷകളിൽ ഈ ഇദ്ദേഹം ഇറക്കിയ, മലയാളത്തിൽ തന്നെ 104 പതിപ്പ് വന്നു. അങ്ങനെ പല ലാംഗ്വേജസിൽ ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് സംസാരിക്കുകയാണ്. തങ്കച്ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഞാൻ 5 വർഷമായുള്ളൂ ഇവിടെ വന്നിട്ട്. ഇത് കുടക്കച്ചറ സ്ഥലം, കുടക്കച്ചറ ഇടവയിലായിട്ട്. അതിന് മുമ്പ് ഇടുക്കി രൂപത നെല്ലിപ്പാറ പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാം ഈ ബുക്കുകൾ ഇദ്ദേഹം മേടിച്ചു കൂട്ടിയ ബുക്കുകളല്ല, ഈ ബുക്കുകളെല്ലാം തങ്കച്ചേട്ടൻ എഴുതിയ ബുക്കുകളാണ് അല്ലേ ചേട്ടാ? അതെ, ഇതെല്ലാം ഈ തങ്കച്ചേട്ടൻ എഴുതിയ ബുക്കുകളാണ് ഇതെല്ലാം. ഇനി ഇതിൻ്റെ പ്രത്യേകത സ്നേഹമുള്ളവർ, ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ബുക്കുകളെല്ലാം ഈശോയെ കുറിച്ചുള്ളതാണ്, സഭയെ കുറിച്ചുള്ളതാണ്, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു ഒരു പുസ്തകം, ഏകദേശം 5 ഭാഷകളിലുള്ള പുസ്തകം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ട് വീണ്ടും സ്നേഹത്തിന്റെ കൂദാശ, അമൃതത്തിന്റെ അപ്പം, പൂശപ്പെട്ട കരങ്ങൾ, വിശുദ്ധ കുർബാന നിത്യജീവനും ഒരുമയോടെ അർപ്പിക്കാം. ഇത്രയും ബുക്കുകൾ ഈ സഹോദരൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത, ഇത്രയും ബുക്ക് എഴുതിയിരിക്കുന്ന ഈ തങ്കച്ചേട്ടൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ് വരെ പഠിച്ച ഒരു സഹോദരനാണ് ഇത്രയും ഇവിടെ മുഴുവൻ ബുക്കുകൾ എഴുതി നിറച്ചിരിക്കുന്നത്. എത്ര ബുക്കുകൾ എഴുതിയിട്ടുണ്ട്? ആകെ 47 ബുക്കുകൾ. 47 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇതില് ആദ്യത്തെ ബുക്കിനെ കുറിച്ച് വല്ല ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ബുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്നുള്ള ബുക്ക്, ഏറ്റവും ആദ്യം ഞാൻ ഇറക്കുന്ന ബുക്ക്. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. വർഷം ഓർക്കുന്നുണ്ടോ? വർഷം ഓർക്കുന്നില്ല, വർഷം ഈ ബുക്കിലുണ്ട്. മനസ്സിലായി. ഈ ബുക്ക് ആദ്യം ഞാൻ പല മാധ്യമങ്ങളിൽ എഴുതുമായിരുന്നു. ആ മാധ്യമങ്ങളിൽ ലേഖന സമാഹാരങ്ങൾ, പല ലേഖനങ്ങൾ കൂട്ടി എഴുതിയാണിത്. ഇത് 2009-ലാണ്. അതിന് അപ്പൊ ആദ്യം ഞാൻ ബുക്ക് എഴുതുന്നത് 2009-ലാണ് ഈ ബുക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഇതെങ്ങനെയാണ് ഈ ബുക്ക് എഴുത്തിലോട്ട് വന്നത്. കാരണം പ്രത്യേകിച്ച് ഈ ബുക്കുകളെല്ലാം കാണുമ്പോഴെല്ലാം സഭയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടി എഴുതിയ ബുക്കുകൾ ഇതെല്ലാം. അതെ. അങ്ങനെ എഴുതാനുള്ള കാരണം എന്താണ്? കാരണം പ്രത്യേകമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ആദ്യമേ ബുക്കൊത്തിരി പഠിച്ച ഒത്തിരി ബുക്കുകൾ വായിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊരു വിശുദ്ധനാകണമെന്ന്. അപ്പം ഞാൻ ആ കാലഘട്ടങ്ങളിൽ ചിന്തിച്ച ഒരു വിശുദ്ധനാണ് എന്ത് ചെയ്യണം, ഒരു പുരോഹിതനാകണം. ആ കാലഘട്ടത്തിലെ ചിന്താഗതി. അപ്പം എനിക്ക് 6ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ്സിന് ശേഷം എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെങ്കിൽ 15 കിലോമീറ്റർ അകലെ പോയി പഠിക്കണം. അപ്പം എനിക്ക് ഒരു വലിയ വിഷമം തോന്നി, വിശുദ്ധനാകാൻ സാധിക്കില്ല. കാരണം 6ാം ക്ലാസ്സുകാരനെ ആരും അച്ഛനാക്കിയല്ലോ. അപ്പം ഞാൻ വീട്ടിലൊരു ഉപാധി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എനിക്ക് 20 വയസ്സാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാം. അങ്ങോട്ടും 10 പൈസ എനിക്ക് തന്നേ മതി. അങ്ങോട്ട് ഞാൻ ബസ്സിന് പോയിട്ട് ഇങ്ങോട്ട് നടന്നാളാന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം സാധിച്ചില്ല. അത് വലിയൊരു വിഷമത്തിലേക്ക് നീങ്ങി. അതിനുശേഷം എനിക്കൊരു നിരാശ, എനിക്കൊരു വിശുദ്ധനാകാൻ സാധിക്കുകയല്ലോ എന്നുള്ള നിരാശ എൻ്റെ ഉള്ളിൽ വന്ന്. വിവാഹിതനായി 2 മക്കളുണ്ട്. അതിനുശേഷം ഞാൻ വിശുദ്ധയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. വിശുദ്ധയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കിയ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധരെല്ലാം പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചവരാണ്. ഏത് വിശുദ്ധരെടുത്ത് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിശുദ്ധൻ വിശുദ്ധ പാദ്രപ്പിയ. അദ്ദേഹം പറയുന്നത്
വിശുദ്ധ കുർബാന ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലാകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലും അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും, പക്ഷേ പരിശുദ്ധ കുർബാന ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ, പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു വിശുദ്ധനാമങ്ങളിൽ അമ്മയെ മുറുകെ പരിശുദ്ധ അമ്മ, അമ്മയെ കൂടാതെ നമുക്ക് വിശുദ്ധനാകാൻ പറ്റില്ല. കാരണം ഈ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ജപമാല. എൻ്റെ ജീവിതത്തിൽ 10 ജപമാല അല്ലെങ്കിൽ ചെല്ലാത്തൊരു ദിവസമില്ല. ഒരു ദിവസം 10 ജപമാല 10 ജപമാല എങ്കിലും ഏറ്റവും കുറഞ്ഞ് ചെല്ലും. ഇനി ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പുസ്തകം ഒരു 500 ജപമാലയുടെയെങ്കിലും ബലത്താ ചെല്ലിയതാ. ഈ ഇത് 104 പതിപ്പ് വന്ന പുസ്തകം 500 ജപ അപ്പം അങ്ങനെ അപ്പം അമ്മയോട് ചേർന്ന് പോയാൽ നമുക്ക് വിശുദ്ധരാകാം. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞത് ഈ പരിസ്ഥിതി ജപമാലയിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ലുത്തിനിയാൽ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ട്. സകല വിശുദ്ധരെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അപ്പോൾ എനിക്കൊരു വിശുദ്ധനാകണമെങ്കിൽ തീർച്ചയായും എനിക്ക് അമ്മ വേണം. അമ്മയില്ലാത്ത വിശുദ്ധനാകാൻ പറ്റും. അപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ എഴുതി നമ്മൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായി ജ്ഞാനം കിട്ടണമെങ്കിൽ അമ്മ വേണം. അതുകൊണ്ട് അമ്മയെ മുറുകെ പിടിക്കണം. മൂന്നാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യം സഭയെ മുറുകെ പിടിക്കണം. ഇനി നമുക്ക് ഈ കാലഘട്ടങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ളവരും പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരും സഭയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈ പരിശുദ്ധ അമ്മയോട് ഭക്തി ഉണ്ടെങ്കിലും വിശുദ്ധ കുർബാനയോട് ഭക്തി ഉണ്ടെങ്കിലും സഭയോട് ചേർന്ന് നിന്നതിൽ നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുള്ളൂ. അതെന്നെ ഈ കുർബാനയിലെ ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് എന്നെ അത് മനസ്സിലാക്കിയത്. സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിലാണ്. അപ്പം ഞാൻ സഭയ്ക്ക് പുറത്തൊരു വിശുദ്ധനായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കുള്ളിലൊരു ഭാഗ്യമായിട്ട് കഴിയാനാണ്. കാരണം എന്താ വെച്ചാൽ ഈ നന്മകൾ സഭയാണ് ഒരാളെ വിശുദ്ധനാക്കുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന് നിന്നാൽ വിശുദ്ധനാകാൻ സാധിക്കും. ഈ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ വചന പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് കടക്കാൻ പോകുന്ന കാരണം എന്ന് വെച്ചാൽ ഞാനൊരിക്കലും ഒരു കൂട്ടായ്മയിൽ ചെന്ന് ഒരു 10-50 പേര് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും താമസിച്ച എൻ്റെ തൊഴിൽ തെങ്ങേറ്റം കേട്ടോ, തെങ്ങേറ്റം കഴിഞ്ഞ് താമസിച്ചായിരുന്നേ. അപ്പോൾ ഓരോരുത്തർ അനുഭവം പങ്കുവെക്കുക. അനുഭവം പങ്കുവെക്കുന്നിടത്ത് ഞാൻ ഏറ്റവും ഒടുവിലാണ് ചെന്നത്. എനിക്കവിടെ ഇരിക്കുന്നവരാരും അറിയത്തില്ല. എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ ഈ കുർബാന അനുഭവം പങ്കുവെച്ച് ഈ കൂട്ടായ്മയ്ക്ക് ശേഷം ആ കേട്ടോണ്ടിരുന്ന ഒരാളിൽ ഒരു വൈദികൻ ക്ലോഗ ഇട്ടുകൊണ്ട് കുർബാനയെല്ലാം ചേർന്നു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അച്ഛനാണെന്ന് എനിക്കറിയത്തില്ല. അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് തങ്കച്ചേട്ടൻ പറഞ്ഞ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ബലിയർപ്പിക്കുന്നതെന്ന് പറഞ്ഞ്. ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രചോദനമായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുർബാനയെക്കുറിച്ച് പ്രസംഗം ഇഷ്ടംപോലെ സാധ്യത കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞപ്പം പല ആൾക്കാരും പറഞ്ഞു, തങ്കച്ചേട്ടാ ഈ തങ്കഞ്ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യം ഒരു പുസ്തക രൂപത്തിലാക്കണം. അങ്ങനെയാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ പുസ്തകം. അതിൻ്റെ പല പല പടികളായിട്ടാണ് ബാക്കി 4-5 കുർബാനയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും പുറത്തിറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്നവരാരെങ്കിലും ഇത് കാണുന്നവരാരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ദയവ് ഇത് വായിക്കണം. അത് വളരെ ജീവിതഗന്ധിയാണ്. വിശുദ്ധ കുർബാന ആഴമേറിയ സ്നേഹത്തിൽ നമുക്ക് നൽകുന്നൊരു ബുക്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വായിക്കണം. ഇതെല്ലാം തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. 6ാം ക്ലാസ് വരെ പഠിച്ചൊരു സഹോദരൻ ഇത്രയും സഭയ്ക്ക് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരുമല്ല. അപ്പോൾ അങ്ങനെ ഇനി ഈ കുറച്ച് ബുക്കുകളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇതൊക്കെ എഴുതിയ ബുക്കുകളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഈ നോഹയുടെ പെട്ടകം ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നോഹയുടെ പെട്ടകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നോഹ നമുക്ക് അത് ഈ ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധ കുർബാനയോട് ചേർന്നും പരിശുദ്ധ അമ്മയോടും ചേർന്ന് പോകുന്ന ചില സാമൂഹിക ഏത് കാലഘട്ടങ്ങളിലും ഉണ്ട്. അവർക്ക് സഭയോട് ചേർന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സഭയൊന്നും അല്ലെന്നാണ് പറയുന്നത്. സഭയ്ക്ക് വലിയ പ്രാധാന്യമില്ല. ആ ഒരവസ്ഥയിൽ സഭയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി ഞാൻ എഴുതിയ പുസ്തകമാണ്. സോബിയംസാണ് ഇത്. അപ്പം സഭ എന്താണെന്നുള്ളത് ഈ ബുക്കിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. സഭയുടെ പ്രാധാന്യം. ഈ ജേക്കബ് മുരിക്കൻ പിതാവാണ് ഇതിന്റെ അവതാരി എഴുതി അല്ലേ? ജേക്കബ് മുരിക്കൻ പിതാവ് എഴുതിയ ഒരു സെന്റൻസ് കൂടെ വായിക്കാം. മിശിഹായും മിശിഹായുടെ മണവാട്ടിയായ സഭയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത പകർന്നു തരുന്ന ഒരു നല്ല ഗ്രന്ഥമാണ് തങ്കച്ചൻ തുണ്ടിയലിന്റെ നോഹയുടെ പെട്ടകം. വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന തിരുവചനം അനുസരിച്ച് വിശുദ്ധ ജീവൻ നയിക്കാൻ പ്രചോദനം നൽകുന്നതാണ് ഈ ഗ്രന്ഥം. ചേട്ടൻ വിശുദ്ധനാകണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നു. അത് മറ്റുള്ളവരെയും ആ വിശുദ്ധിയോടെ നയിക്കാനുള്ള ഒരു സഹായമാകുന്നു അല്ലേ? ഈ ഗ്രന്ഥരചനയിലൂടെ വലിയൊരു കാര്യമാണ്. ഇനി ഈ ബുക്കുകളെ കുറിച്ച് ഒന്ന് പറയാമോ? ഇനിയിപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പോൾ സഭ ഉണക്കുന്ന തന്നെയാണ് വൈദികരെ കുറിച്ച് എടുത്ത് പറയുന്ന ഒരു ബുക്കാണിത്. അതായത് ഒരു കാലഘട്ടം എല്ലാ കാലഘട്ടങ്ങളിലും വൈദികർ വിമർശിക്കപ്പെടുന്നു. പക്ഷേ ഈ വൈദികരാരാന്ന്
വൈദ്യരുടെ വില അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു വേദന ഉണ്ടായ സമയത്ത് വൈദികരാരാന്ന് ഇടയമ്മ ആടുകൾ അറിയണം, ആടുകൾ ആരാന്ന് വൈദികരും അറിയണം. വൈദികർക്കും ജനങ്ങൾക്കും പ്രബോധനം നൽകാൻ വേണ്ടി രണ്ട് കൂട്ടരും അവരവരുടെ വില മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം എഴുതി ആലഞ്ചേരി പിതാവ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ ഇനി ഇത് പോണക്കുള്ള പുസ്തകം എഴുതുന്നത് പറഞ്ഞു. അതൊക്കെ എനിക്ക് വലിയൊരു പ്രചോദനമാണ്. വൈദികരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായ ഒത്തിരി പ്രോത്സാഹനം ഉണ്ടായിക്കണം. സുവിശേഷ പ്രഘോഷണമൊക്കെ അങ്ങനെ എന്തെങ്കിലും മനസ്സിലോട്ട് വരുന്ന പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് മനസ്സിലോട്ട് വരുന്ന ഒരു അനുഭവം എല്ലാം പറയാമോ? വൈദികരുടെ പ്രോത്സാഹനവും സ്നേഹവും, അല്ലെങ്കിൽ വൈദ്യരുടെ ജീവിതം കാണുമ്പോഴുള്ള പ്രോത്സാഹനം. കാരണം പലപ്പോഴും നമ്മൾ വൈദ്യരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചെറിയ നന്മ പോലും നമ്മൾ പറയല്ല, വലിയ നന്മകളിൽ നമ്മൾ പറയല്ല. അങ്ങനെ ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഒത്തിരി ഉണ്ട്. എങ്കിലിപ്പോൾ ഞാൻ ഓർക്കുന്നത് വൈദികർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുമ്പോഴും പല ആൾക്കാരും വൈദികർ വെച്ച് മറ്റു തെറ്റാണ്. ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു ധ്യാനം കൂടാൻ പോയി. നമ്മുടെ ഫാദർ ബോബി ജോസ് കട്ടിക്കട അദ്ദേഹത്തിന് ധ്യാനം കൂടാൻ പോയി. ഞാൻ ഓർക്കുകയതേ, ഞാൻ എപ്പോഴും ഈ എൻ്റെ ജോലി തിരക്കാണ് താമസിച്ചായിരുന്നത്. ചെന്നപ്പോൾ എനിക്കൊരു ബുക്കും ഒരു പേനായും തന്നു. ഞാൻ പെട്ടെന്ന് എഴുതാനുള്ള ധൃതിക്ക് ആ പേന പൊട്ടിച്ചെൻ്റെ കവർ നിലത്തോട്ടിട്ടിട്ട് ഞാൻ എഴുതാൻ ആരംഭിച്ചു. പക്ഷേ എന്നെ ഏറ്റവും സ്പർശിച്ച കാര്യം, ഈ അച്ഛൻ ഇങ്ങനെ നടന്ന് ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ആരും അറിയാതെ ആ കവറ് എടുത്ത് പോക്കറ്റിലിട്ടത് കൊണ്ട് ഇടേണ്ടടുത്തിട്ട്. അപ്പം ഞാൻ ഓർക്കുന്നത് സാധാരണ രീതി ആജ്ഞാപിക്കാനുള്ള കാര്യമുണ്ട്, എല്ലാവരും അറിയിപ്പോൾ. മറ്റൊരു സംഭവം, വെട്ടുകാട് എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ജയിൽ പുനരധിവാസം ജയിൽ പുള്ളികളെ ഈ ശിക്ഷ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊണ്ടുവന്ന് അവരെ പ്രോത്സാഹനം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ഒരു ദിവസം അവിടെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ജയിൽവാസികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും ക്യൂ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, പാത്രം കഴിക്കുന്നത്. അപ്പം ഒരച്ഛൻ, അതിൻ്റെ ഡയറക്ടർ അച്ഛനും ഈ ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നിടയ്ക്ക് ഒരു കോഴി കയറി വന്ന തിണ്ണയിലോട്ട് കാഷ്ടിച്ചിട്ട് ഉടനെ അച്ഛൻ പെട്ടെന്ന് ആ ക്യൂവിൽ നിന്ന് മാറി ഒരു കടലാസ് എടുത്ത് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ടാണ് അച്ഛൻ വീണ്ടും ആ ലൈനിൽ പുറകോട്ട് പോയതേ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അച്ഛനും ആജ്ഞാപിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിക്കുന്ന സുവിശേഷം, ആ ജീവിക്കുന്ന ക്രിസ്തുമാരിന്ന് ഒത്തിരി, അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രോത്സാഹനങ്ങളുണ്ട്. ചില ആൾക്കാരൊക്കെ തങ്കഞ്ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എന്നോട് പല വൈദികരും പറഞ്ഞു, തങ്കഞ്ഞാൻ്റെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അതൊക്കെ കേൾക്കുന്ന എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. അന്നത്തെ ആ കാലഘട്ടങ്ങളിലേക്ക് എനിക്ക് ഒരേ ബിഷപ്പുമാരെ കാണാൻ പോകുന്നതിന് നിയമങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് മനസ്സിലുള്ള പ്രചോദനം തോന്നുന്നു, ഒരു കാര്യം ചെയ്യും, ഇപ്പം ഞാൻ പുസ്തകം എഴുതുന്നതിന് മുമ്പേ ആഗ്രഹിച്ചായിരുന്നു ഈ ബിഷപ്പിനെ കൊണ്ടൊരു അവതാരി എഴുതിക്കണമെന്ന്. അപ്പോൾ എന്നോട് പെട്ടെന്ന് പാലായിലേക്ക് പോകാനുള്ളൊരു ബോധ്യം കിട്ടി. ഞാൻ അവിടെ ചെന്നപ്പം സെക്യൂരിറ്റിനെ അതുകൊണ്ട് കയറ്റി പിടിക്കില്ല, ബിഷപ്പുമാരെയൊക്കെയാണ് അനുവാദം മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അനുവാദം മേടിച്ചിട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിഷപ്പിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാണാനൊന്നും പറ്റില്ല, തന്നെയല്ലേ ബിഷപ്പ് ഇവിടെ ഇല്ല, അവിടെ OCD ആശ്രമത്തിൽ കുർബാനയെല്ലാം പോയേക്കുവാന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ആ OCD ആശ്രമത്തിലേക്ക് ചെല്ലുക. പിതാവ് കുർബാനയും കഴിഞ്ഞ് ആ തിരുവസ്ത്രമാർക്കം മാറുന്ന സമയത്ത് ഞാൻ പിതാവിന് ഒരു സ്തുതി കൊടുത്തിട്ട് വന്നു, പിതാവേ ഇന്ന കാര്യത്തിന് വന്നാൽ പിതാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ സെക്രട്ടറി അച്ഛൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ ആഗ്രഹമാണ് സൂസൈപ്പാക്കിയും പിതാവിനെ കുറിച്ച് കൊണ്ടൊരു ആശംസ എഴുതിക്കണം. ഞാനിവിടുന്ന് ഇതുവരെ അനുവാദമില്ലാതെ പോവുക, തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടോ വിളിച്ച് അവിടെ ചെന്ന് സൂസൈപ്പാക്കിയും പിതാവിനെ കാണണമെന്ന് പറഞ്ഞ് അവരെല്ലാം ഒന്ന് കണ്ണു പിടിച്ച് നോക്കി. അതൊക്കെ ഒരു അജ്ഞതയുടെ കാലഘട്ടങ്ങളാണ് കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് എന്ത് പറഞ്ഞു, പിതാവിനെയൊക്കെ അനുവാദത്തോടു കൂടിയാണ് വന്ന് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ട് പറ്റുന്നുണ്ട്. ചോദിച്ചു വന്നിട്ട് എന്തോ കയറിച്ചെല്ലാം പറഞ്ഞു. ഞാൻ ആ കയറിച്ചെന്നോ പിതാവ് പറഞ്ഞു, എൻ്റെ മോനെ നീ കട്ടപ്പനയിൽ നിമിടം വരെ ഈ ഒരു ആശംസയ്ക്ക് വേണ്ടി വന്നു, നിനക്ക് ആ കൊല്ലത്തെ പിതാവിനോ സ്റ്റാൻലി റോം പിതാവാണ് കേട്ടോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിതാവേ സ്റ്റാൻലി റോം പിതാവിൻ്റെ കൊണ്ട് എഴുതിച്ച ഒരു അവതാരി 5ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ പിതാക്കന്മാരുടെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ അവർക്ക് ഇത് ചുമ്മാതെയല്ല കേട്ടോ, പ്രാർത്ഥിച്ചിട്ടാണ് മാസങ്ങളോളം ആ ഒരു വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ചെല്ലുമ്പം അവിടെ പ്രതിബന്ധങ്ങൾ മാറിപ്പോവുക. എൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ പുസ്തകത്തിൻ്റെ ഓരോ മേഖലയിലും അങ്ങനെയാണ്. ഇനി ഈ ബുക്ക് ഇന്ന് സ്നേഹമുള്ളവർ, ഇന്ന് സഭയെ പ്രത്യേകമായിട്ട് കരുണയുടെ ഞായർ അല്ലേ, കരുണയുടെ ദിവസമാണെന്ന്. അപ്പോൾ അന്ന് ഇവിടെ നീതിക്ക് മുമ്പേ കരുണ, ഇത് 2ാമത്തെ പതിപ്പാണ് അല്ലേ, 2ാമത്തെ പതിപ്പാണ്. ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഈ കരുണയുടെ ബുക്കിനെ കുറിച്ച് എഴുതാൻ? ഓർമ്മകൾ ഉണ്ട്. കരുണയുടെ ബുക്കിനെ കുറിച്ച് എഴുതാൻ കാരണം ഫൗസ്റ്റീനയുടെ ഡയറി
അതിലൊക്കെ പറഞ്ഞ കരുണ, ദൈവത്തിൻ്റെ കരുണ, നമുക്ക് ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടത്. നമ്മളിപ്പം നമ്മൾ പ്രാർത്ഥിക്കല്ലേ, കരുണയോടെ എന്നെ നീതി 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 പോലെ ചെയ്യരുതേ, കാരുണ്യത്താലെ ഞങ്ങളെ തൃക്കം പാർക്കണം എന്നൊക്കെ പഴയ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ കരുണയുടെ എന്നെ വിധിക്കണം. ദൈവത്തിൻ്റെ കരുണയെ ഉണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമുക്ക് നീതിപൂർവ്വം നമ്മളെ വിധിച്ചു കഴിഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ല. അപ്പം ദൈവത്തിൻ്റെ കരുണയിലേക്ക് മനുഷ്യനെ ആശ്രയിക്കുക. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ കരുണയുടെ തിരുനാളാണ്, ഇന്ന് പ്രത്യേക ദണ്ഡവിമോചനമുള്ള ദിവസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്താ പറയുക, ഏത് വലിയ ഭാവിക്കും ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ചാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം കിട്ടിയതുകൊണ്ട് ഞാൻ കഴിഞ്ഞതിൻ്റെ ഉപരിതര വർഷം കരുണയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇത് ആൾക്കാരെ എത്തത്തക്ക രീതിയിൽ എഴുതിയ ദിവസമാണ് നീതിക്ക് മുമ്പേ കരുണയുടെ ദിവസം. അപ്പോൾ സ്നേഹമുള്ളവർ, നിങ്ങൾ ഒത്തിരി ബുക്കുകൾക്കും വിശേഷങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം പറയാൻ കിടക്കുകയാണ്. ഇത് ബുക്കുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ അത് തൽക്കാലത്തേക്ക് നമ്മളിവിടെ ഇന്നത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഒത്തിരി അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ. കാരണം കർത്താവിന് വേണ്ടി മാറ്റപ്പെട്ട ജീവിതമാണ്, ഈശോയെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ജീവിതമാണ്. തന്നിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് എഴുതാനുള്ള സാധ്യതകൾ, വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യതകൾ, സുവിശേഷ പ്രഘോഷണത്തിനുള്ള സാധ്യതകൾ, ഇതെല്ലാം ഉപയോഗിച്ച് ഈശോയെ കൊടുക്കുന്ന സഹോദരനാണ് തങ്കച്ചേട്ടൻ. അപ്പോൾ ആ സഹോദരനെ പരിചയപ്പെടാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ പുതിയ വീഡിയോകളുമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും പകർന്നു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഒത്തിരി ആളുകളിലോട്ട് ദൈവരാജ്യത്തിന് സുവിശേഷം എത്തിക്കാൻ സഹായകമാകും. അടുത്ത വീഡിയോ നമ്മൾ കാണും അല്ലേ? അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ.